പ്ലസ് ടു റിസൾട്ട് വന്ന സമയത്ത് വിഷമിച്ച് നിൽക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണിത്. സത്യത്തിൽ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടുന്നില്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല, നിങ്ങൾ ഫ്രണ്ട്സ് കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പുറത്ത് നിൽക്കേണ്ടി വരും, വെറുതെ നിങ്ങൾ നോക്കി നിൽക്കേണ്ടി വരും, ഡിപ്രഷൻ അടിക്കേണ്ടി വിചാരിച്ച് വെറുതെ നിൽക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ആക്ച്വലി കോളേജിൽ പഠിക്കാൻ അവസരമുണ്ട്. അത് നിങ്ങൾ ഗോൾഡൻ ചാൻസ് ആയിട്ട് എടുക്കുക. ഈ ജൂണിൽ നടക്കാൻ പോകുന്ന സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം പ്രോപ്പറായിട്ട് അറിഞ്ഞു കളിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം ബേസിക്കലി സേവ് ചെയ്യാം. അപ്പോൾ മക്കളെ, ഈ ജൂണിൽ 29 തൊട്ടിട്ട് 3-ാം തീയതി വരെ, ജൂലൈ 3-ാം തീയതി വരെ നടക്കുന്ന എക്സാമിന്റെ പേരാണ് പ്ലസ് ടു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം. രണ്ടും ബേസിക്കലി ഒരേ എക്സാം തന്നെയാണ്. അത് എങ്ങനെയാണ് സെയിം ഇംപ്രൂവ്മെന്റ് ആവുന്നത് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു സബ്ജക്റ്റിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് നിങ്ങളിപ്പോൾ കാണിച്ചെങ്കിൽ, ബേസിക്കലി നിങ്ങൾ തോറ്റെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിനെ സേ എക്സാം എന്ന് വിളിക്കാം. ഇനി എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, നിങ്ങൾ എല്ലാ സബ്ജക്ട്സിലും ഡീൻ്റെ ഗ്രേഡിൻ്റെ മുകളിൽ വാങ്ങി, അതായത് D+ എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി. അപ്പോൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്സാണ് എങ്കിൽ അത് ഇംപ്രൂവ്മെന്റ് എക്സാം എന്നാണ് അറിയപ്പെടുക. ഇനി അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, ചില സബ്ജക്ട്സ് സേ എക്സാം എത്ര എഴുതാം, എത്ര ഇംപ്രൂവ്മെന്റ് എഴുതാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. മക്കളെ, സേ എക്സാമിന് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര എക്സാം വേണേലും സേൽ എഴുതാം. നിങ്ങൾക്ക് 6 സബ്ജക്റ്റിൽ 6 തോറ്റിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തോൽക്കാതിരിക്കട്ടെ, നിങ്ങൾക്ക് സേ എക്സാം എഴുതാം. എന്നാൽ ഇംപ്രൂവ്മെന്റ് എക്സാം ഒരു സബ്ജക്റ്റ് മാത്രമേ പറ്റൂ. പ്ലസ് 1-ൽ 3 പറ്റായിരുന്നു, ഇവിടെ ഒരു സബ്ജക്റ്റ് വെച്ച് മാത്രമേ പറ്റൂ. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഒരു കുട്ടിയുടെ കേസിൽ ഇംഗ്ലീഷ് തോറ്റു, ലാംഗ്വേജ് പാസ്സായി, മാത്സ് ഫെയിലായി, ഫിസിക്സ് പാസ്സായി, കെമിസ്ട്രി ഫെയിലായി, ബയോളജി പാസ്സായി. അപ്പോൾ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് സേ എക്സാം എഴുതാൻ പറ്റും. എഴുതിയാലേ അവൻ പാസ്സാവുള്ളൂ. മാത്സ് സേ എഴുതിയിട്ട് അവൻ പാസ്സാവണം, ആൻഡ് കെമിസ്ട്രി സേ എക്സാം എഴുതി പാസ്സാവണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവന് 3 സേ എക്സാം എഴുതാം. ഇനി അവന് ലാംഗ്വേജ് തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സേ എഴുതാം, ഇനിയിപ്പോൾ ബയോളജി തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സേ എഴുതാം. അപ്പോൾ ലിമിറ്റ് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് നഷ്ടപ്പെട്ടോ അത്രയും സബ്ജക്റ്റ് നിങ്ങൾക്ക് സേ എക്സാം എഴുതാം. ഇനി സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ ചോദിക്കാനുള്ള ചാൻസ്, സാർ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ ഫിസിക്സിന് കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്, കുറച്ചുകൂടി കൂടിക്കോട്ടെ, അപ്പോൾ ഞാൻ 3 സേയും ഈ ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല മക്കളെ, അത് പോസിബിൾ അല്ല കേട്ടോ. നിങ്ങൾ സേ എക്സാം എഴുതാണെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എഴുതാൻ യോഗ്യരല്ല. ഇംപ്രൂവ്മെന്റ് എഴുതാൻ പറ്റില്ല, നിങ്ങൾക്ക് സേ എക്സാം മാത്രമേ എഴുതാൻ പറ്റൂ. അതൊരു പ്രശ്നമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ സേ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേ എക്സാം ആ തോറ്റ സബ്ജക്ട്സിൽ മാത്രം എഴുതാം. അതിൻ്റെ കൂടെ ഏതെങ്കിലും പാസ്സായ സബ്ജക്റ്റിന്റെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെയാണ്, നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പാസ്സായി, നിങ്ങൾക്ക് മിനിമം D+ ഗ്രേഡ് എങ്കിലും ഉണ്ട്. അപ്പോൾ ചില കുട്ടിക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ടാവും. തീർച്ചയായും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. പക്ഷേ പ്ലസ് 1-ൽ 3 സബ്ജക്റ്റ് പറ്റുമെങ്കിൽ ഇവിടെ ഒരു സബ്ജക്റ്റേ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് 1-ലെ പോലെ 3 സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ വൈസായിട്ട് ചൂസ് ചെയ്തിട്ട് ഏത് കോഴ്സിനാണോ നിങ്ങൾ പോകുന്നത് അതിന് ആ മാർക്ക് ബാധിക്കുമെങ്കിൽ ആ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ BSc മാത്സ് അല്ല അത് റിലേറ്റഡ് മാത്സ് ഉള്ള BSc ഫിസിക്സോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങൾ മാത്സ് ഇംപ്രൂവ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ഉണ്ടാവും കേട്ടോ. ഇനി ഇത് ഹാപ്പി ന്യൂസും കൂടി ഉണ്ട്. കഴിഞ്ഞ വർഷം എഡ്യൂപോർട്ട് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി ഒരു ബാച്ച് അനൗൺസ് ചെയ്തിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ഇയർ ലാഭിക്കാൻ വേണ്ടി ആ ബാച്ചിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ആ ബാച്ച് ഈ വർഷം അതേ ഫീസ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഫീസ് കൂട്ടിയിട്ടില്ല. ഒരു സബ്ജക്റ്റ് മാത്രം നിങ്ങൾ പൈസ അടച്ചാൽ മതി. അതായത് നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് എഴുതുന്നത് അതിൻ്റെ പൈസ മാത്രം നിങ്ങൾ അടച്ചാൽ മതി. സോ ഒരു സബ്ജക്റ്റ് ആണ് ഒരു സബ്ജക്റ്റ്, 2 സബ്ജക്റ്റാണ് 2 സബ്ജക്റ്റിന്റെ പൈസ അടച്ചാൽ മതി. ആവശ്യമില്ലാത്ത പൈസ നിങ്ങൾ അടയ്ക്കേണ്ട. സോ ഒരു സബ്ജക്റ്റിന് പെർ സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 999 ഒരു സബ്ജക്റ്റിന് ഫീസ് വരുന്നുള്ളൂ. എഡ്യൂപോർട്ടിന്റെ പ്ലസ് ടു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ബാച്ചിലോട്ട്. സോ താഴെ കാണുന്ന ലിങ്കിൽ ഒരു ഫോം ഉണ്ടാവും. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം പറഞ്ഞുതരും. സോ ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും പാസ്സാവട്ടെ.